ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മുടെ ടൊവിനോ തോമസ് വീണ്ടും ഒരു പോലീസ് വേഷത്തിൽ വരുന്ന മൂവി, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി. ഇന്ന് ആ സിനിമയുടെ വിശേഷമാണ്. ഒരുപാട് നാളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി ടൊവിനോ തോമസ് ആൻഡ് ടീം വരുന്നത്. ഇന്ന് ആ സിനിമയുടെ വിശേഷമാണ്. ഞാൻ ആന്റണിയോ വർഗീസ്. ഞാൻ എന്റെ ചാനൽ ഇതുപോലെയുള്ള മൂവി റിലേറ്റഡ് വീഡിയോസും ടെക് ട്രാവൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് മറക്കരുത്. ഇതേപോലെ ഇൻട്രസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും നമ്മുടെ ബൈബിൾ വേർഡാണ്. നമുക്ക് ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഇൻവെസ്റ്റിഗേഷൻ ബന്ധപ്പെട്ട മൂവിയാണ്. നമ്മുടെ ഡാർവിൻ കുര്യാക്കോസ് ആണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ജിനു എബ്രഹാം ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. പോസിറ്റീവ്സിനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. പോസിറ്റീവായിട്ട് പറയണം, ഫസ്റ്റ് കാര്യം ഡാർവിൻ കുര്യാക്കോസിന്റെ ഡയറക്ഷൻ ഒരു രക്ഷയുമില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു സല്യൂട്ട് കൊടുക്കേണ്ട സംഭവം എന്നാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഞാൻ ചെറുതായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മൂവി രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ നോർമലി ഒരു മൂവിയെ കാണുമ്പോൾ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ്ങും ഭയങ്കര ലാഗ് എല്ലാം ഫീൽ ചെയ്യാറുണ്ട്. ലാസ്റ്റ് കണ്ട ഹോസ്റ്റലിലാണെങ്കിലും നമുക്ക് എന്തൊക്കെയോ മിസ്റ്റേക്സ് എവിടെയൊക്കെയോ തോന്നി. എനിക്ക് ആ മൂവി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട് എന്റെ ഇന്റർവ്യൂവിനകത്ത്. പക്ഷെ ഈ മൂവി കാണുമ്പോൾ നമുക്ക് അതൊരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. ഈ മൂവി ഒരു രണ്ട് പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ മൂവിക്ക് രണ്ട് പാർട്ട് ഉണ്ട്, അതുപോലെയല്ല. രണ്ട് സ്റ്റോറി, രണ്ട് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, രണ്ട് ടൈപ്പ്, ആ ഒരു രീതിയിലാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മുഷിപ്പില്ലാതെ 2 മണിക്കൂർ 24 മിനിറ്റുള്ള മൂവി, രണ്ട് സ്റ്റോറി, രണ്ട് കഥ, രണ്ട് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലാഗ് ഇല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് അന്വേഷണം കണ്ടത്. ഒരു ഡയറക്ടർ ബ്രില്യൻസും ജിനു എബ്രഹാമിന്റെ തിരക്കഥയുടെ ബെനിഫിറ്റ് തന്നെയാണ്. ആക്ടിംഗ് ബേസിൽ ടൊവിനോ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റാറിങ് കാസ്റ്റ് ഉള്ള മൂവി തന്നെയാണ് ഈ അന്വേഷിപ്പിൻ കണ്ടത്. പക്ഷെ ഒരു ടൈറ്റിൽ റോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടുതലായിട്ട് കാണുന്നത് ടൊവിനോ തോമസിന്റെ ഫേസ് തന്നെയാണ് മൂവിയിൽ. ഇൻവെസ്റ്റിഗേഷൻ ബേസിൽ വരുന്ന ഈ നല്ല സ്റ്റോറി, തിരക്കഥ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് 80s 90s ആണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ ഒരുപാട് പരിമിതികളുള്ള ഒരു മൂവിയാണ്. അതായത് നമുക്ക് ന്യൂ ഗാഡ്ജറ്റ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. പഴയ ഗാഡ്ജറ്റ്സ്, പഴയ കാലഘട്ടം, പഴയ ഡ്രസ്സിങ് സ്റ്റൈൽ, പഴയ സംസാര രീതി എല്ലാം നല്ല ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറഞ്ഞൊരു പങ്ക് തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധറാണ്. പിന്നെ എടുത്തു പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെയാണ് മഹേഷ് നായരാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കിയാൽ പടം അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ മൂവിയിൽ 4 പോലീസുകാരാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. SI ആനന്ദായിട്ട് ടൊവിനോ വരുന്നു, രാഹുൽ രാജഗോപാൽ വരുന്നു, വിനീത് വരുന്നു, പ്രേമോദ് വരുന്നു. ഈ 4 പേരാണ് മൂവിയിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ കാണിക്കുന്നത്. സോ അവരുടെ അഭിനയമാണെങ്കിൽ എല്ലാം ഗംഭീരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് ലാഗ് ഒന്നും അടുപ്പിക്കാതെ. സോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവി. ഒരുപാട് നെഗറ്റീവ് ഒന്നും ഈ മൂവിക്ക് പറയാനൊന്നുമില്ല. കാരണം രണ്ട് പാർട്ടായിട്ട് മൂവി കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലാഗ് ഒന്നും അടുപ്പിക്കാതെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നല്ല ഒരു എൻഗേജിങ് ആയിട്ട് തന്നെ മൂവി മുന്നോട്ട് പോകുന്നു. പേഴ്സണലി ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന 180-200 റുപ്പീസിന് വാച്ച് ഫോർ വാച്ച് തന്നെയാണ് ഈ അന്വേഷിപ്പിൻ കണ്ടതും. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാ മൂവിയിലുണ്ട്. ഒരുപാട് നെഗറ്റീവ് ഒന്നും പറയില്ല. അഭിനയിച്ചപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മൂവിയിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ലൈക്ക് നമ്മുടെ സിദ്ദിഖ്, ഇന്ദ്രൻസ്, ബാബുരാജ്, കോട്ടയം നസീർ, അസീസ്, ഹരിസ് അശോകൻ, അങ്ങനെ ഒരുപാട്, മധുബാല, അങ്ങനത്തെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റോളിൽ ഗംഭീരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ലാഗ് ഒന്നും എടുപ്പിക്കാതെ നല്ല ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. എടുത്തു പറഞ്ഞ ടൊവിനോന്റെ ആക്ടിങ് തന്നെയാണ്. പിന്നെ ഹാറ്റ്സ് ഓഫ് ടു ഡാർവിൻ കുര്യാക്കോസ്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആയിരുന്നു മൂവി ഉള്ളത്. സോ ഓവറോൾ നോക്കിയാൽ പടം വൺ ടൈം വാച്ച് എബോയ് നിൽക്കുന്നു. നല്ല ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു മൂവി തന്നെയാണ് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടത്. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന വർത്ത് വാച്ച് ആയിട്ടുള്ള മൂവി തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലുള്ള വീഡിയോസ് ചാനൽ ഫോളോ ചെയ്യാത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.